है या खराब है? ये एक नंबर है। एक नंबर है। हाँ मजा आया आपको मूवी में? हाँ, एक नंबर मजा आया भाई। अच्छा। मैं 1.25 दारू पिया, अच्छा। मेरा दारू उतार दिया ये बंदा। वो इस बंदे ने आपकी दारू उतार दी। हाँ, നമ്മുടെ മാർക്കോ കണ്ടിട്ട് അല്ല വില്ലന്റെ പെർഫോമൻസ് കണ്ടിട്ട് 500 രൂപയ്ക്ക് അടിച്ചുകൊണ്ട് കയറി അവൻ്റെ കിക്ക് പോലും പോയി വിട്ടുപോയി എന്നാണ് ആ ഹിന്ദിക്കാരൻ വന്നെന്ന് ഹിന്ദിയിൽ പറയുന്നത്. അതായത് നമ്മുടെ മാർക്കോ നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റീൽസൊക്കെ അവന്മാർ ഇറക്കി ട്രോൾ, നമ്മളിവിടെ മാർക്കോ ഇറങ്ങിയ സമയത്ത് ട്രോൾ വന്നില്ലേ, അതുപോലെ അവിടെ ഈ റീൽസൊക്കെ ഇറക്കി ട്രോളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ മാർക്കോയുടെ നല്ല ഹൈലി ക്വാളിറ്റിയുള്ള ഇതിൽ വന്നിരിക്കുകയാണ്. ഹിന്ദിയിൽ നിന്നാണ് സംഭവം ലീക്കായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മലയാളം രണ്ടാമത് അവർ ഓഡിയോ സിങ്ക് ചെയ്ത് ഇറക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കണ്ടിട്ട് വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് പുറത്ത് വന്നിരിക്കുന്നത്. നമ്മളെ പണ്ട് പ്രേമത്തിനൊക്കെ പണി കൊടുത്ത പോലെ ഹിന്ദിയിൽ പണി കൊടുത്തതാണോ എന്ന് നല്ല സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വരുൺ ധവാൻ അഭിനയിച്ച ബേബി ജോൺ എന്ന് പറഞ്ഞിട്ട് സിനിമ ഹിന്ദിയിൽ 25-ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ 180 കോടി ബഡ്ജറ്റിൽ വന്ന പടമാണ്. പക്ഷേ ഇതുവരെ ബോക്സ് ഓഫീസിൽ 20 കോടിക്ക് താഴെ കളക്ട് ചെയ്തിട്ടുള്ളൂ, ഒന്നാമത്തെ കേസ്. അതുമാത്രമല്ല ഈ മാർക്കോ വന്നതോടെ തന്നെ ഈ ബേബി ജോൺ സിനിമയെ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മാർക്കോ അവിടെ എല്ലാം തിരിച്ച് 50 ഷോയിൽ തുടങ്ങി ഇപ്പോൾ 500-ന് മേളിൽ ഷോ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ മാർക്കോ. അപ്പോൾ അവിടെ ഹിന്ദിയിൽ വലിയൊരു കാറ്റായിട്ട് ഇങ്ങനെ അടിച്ച് കയറുകയാണ് കേട്ടോ നമ്മളെ മാർക്കോ. അതേപോലെ തന്നെ കില്ല് അവിടെ പറയണമെന്ന് വെച്ചാൽ പത്രക്കാർ പറയുന്നത് വെച്ചാൽ കില്ലൊക്കെ വെറും കുട്ടി പടമാണെന്നാണ് പറയുന്നത്. മാർക്കോയുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ അനിമലൊക്കെ വെറും കുട്ടി പടമാണെന്നാണ്. കാരണം വെച്ചാൽ അനിമലിലും അത്രയും വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പനായിട്ടാണ് മാർക്കോ അവിടെ എല്ലാവരും പറയണത്. മാർക്കോയ്ക്ക് എന്തായാലും ഹിന്ദിയിൽ ഉമ്മാർ പണിയെടുക്കാൻ നോക്കണതാണ്. എനിക്ക് തോന്നുന്നത് ഇനിയും ക്ലിയർ പ്രിന്റ് ചിലപ്പോൾ ഉമ്മാർ ഇറക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു മാർക്കോ പെട്ടെന്ന് ഉണ്ണിമൂന്നൻ്റെ ഒരു ഹൈപ്പ് ചിലവർക്കൊക്കെ അസൂയ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ നമ്മളെ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞത്. മാർക്കോ കീർക്ക് അതെന്ന് വെച്ചാൽ ഒരു കളിയാക്കി പറഞ്ഞല്ലേ മാർക്കോ കീർക്ക്. അതിൽ തന്നെ അങ്ങനെ ഇത്തിരി അസൂയ ഇത്തിരി ഉണ്ടെന്ന് തോന്നുന്നത്. ഇപ്പം നമ്മൾ സ്വരാജ് വന്നിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, കാല് വിട്ട് കൈയില്ല. അത് പുള്ളി പറഞ്ഞ ഓക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഫാമിലിക്ക് വന്ന് ഇടി കാണാം എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതല്ലല്ലോ ഇതെന്തോ അസൂയ. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മളെ നിവിൻ പോളിയുടെ മിക്കായിലെ ക്യാരക്ടറാണ് മാർക്കോ. പക്ഷേ ഈ മാർക്കോ സിനിമ തിയേറ്ററിൽ വന്ന സമയത്ത് നിവിൻ പോളിയുടെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റൊന്നും കണ്ടില്ലായിരുന്നു. അത് അതിന് അസൂയ കൊണ്ടാണോ ഇനി അവർ ഉള്ളിൽ ചിലപ്പം വിളിച്ച് ആടാ ഈ പടം നന്നായിരിക്കൂടാ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ബറോസ് വന്നപ്പോൾ ലാലേട്ടൻ്റെ പടം വന്നപ്പോൾ ഒരു കൺഗ്രാജുലേഷൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിവിൻ പോളി. പക്ഷേ മാർക്കോയ്ക്ക് ഈ സംഭവം ഒന്നും കാണാനില്ലായിരുന്നു. പടം ഹിറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണാനില്ലായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ നിവിൻ പോളി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അത്യാവശ്യം കുരുപൊട്ടിയിരിക്കുകയാണ് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ ആഴ്ച നമ്മുടെ തെലുങ്കിൽ പടം 1-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് മാർക്കോ, തമിഴിൽ 3-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പടം 30 കോടിക്ക് എന്താണ് അടുപ്പിച്ച് പടത്തിൻ്റെ ബഡ്ജറ്റ് ഓൾറെഡി തന്നെ 57 കോടി കഴിഞ്ഞായിരുന്നു. മിക്കവാറും ഈ ആഴ്ച 100 കോടി തൊടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പടം ഒരു 500 കോടിയൊക്കെ ചിലപ്പം തൊടാനുള്ള സാധ്യത വളരെ